ഗൈസ് നമ്മൾ വീടിൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടി ഡാൻസ് പ്രിപ്പറേഷന് വേണ്ടി പോയിട്ട് പെട്ടെന്ന് വരാം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈ വ്ളോഗിൻ്റെ വെച്ചാൽ നമ്മുടെ ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആണ് നാളെ. അപ്പോൾ ആ തലേ ദിവസത്തെ കുറച്ച് തിരക്കുകളും പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് ചെറിയൊരു വീഡിയോ ഒരു വ്ളോഗായിട്ട് ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ ക്ലിപ്സൊന്നും വരുന്നത് ഇതന്നെ ഞാൻ അതിനിടയിലെല്ലാം പോയിട്ട് ഇടക്കിടക്ക് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ഇടാമെന്ന് വിചാരിക്കും. ഓരോ തന്നെ ഉണ്ടല്ലോ ഒട്ടും ശരിയല്ല. ഞാൻ ആകെ വേർത്ത ഒരു കോലത്തിലിരിക്കുന്നത്. എനിക്ക് പിന്നെ ഇനിയിപ്പോൾ കുടുംബക്കാരും നാട്ടുകാരൊക്കെ ഓരോരുത്തർ വരുന്നതുകൊണ്ട് ഈ ഒരു സ്റ്റാർട്ടിങ് വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് കിട്ടിയപ്പോൾ ഞാൻ എടുത്തതാണ്. എൻ്റെ വേർത്തൊടിച്ചിട്ടുള്ളത്. കാരണം നല്ല ചൂടാണ്. നാളെ ഇനി എങ്ങനെ പുറപ്പെട്ട് നിൽക്കുമെന്ന് അറിയില്ല. അപ്പോൾ നല്ലോണം വേർത്ത് കോലായിട്ടാണ്. പക്ഷെ ഡ്രസ്സൊന്നും മാറിയിട്ട് എടുക്കാതെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു വേഷത്തിലെടുക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ എന്ന് വെച്ചാൽ എല്ലാ ഫാമിലീസും പിന്നെ നമ്മൾ ഡാൻസ് പ്രാക്ടീസൊക്കെ ഉണ്ട് ചെറിയ തോതിൽ. അപ്പോൾ അതിൻ്റെതും അങ്ങനെ എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള ചെറിയൊരു വ്ളോഗായിട്ട് ഞാൻ ഇന്ന് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കാണും. അപ്പോൾ എന്തൊക്കെ വീഡിയോസ് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് കാണാം. ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത് നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമാണ്. കാരണം ഉച്ച മുന്നേ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. കുറച്ച് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. വെയിലും ചൂടും ഒക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ചേച്ചിയുടെ മൈലാഞ്ചി ഇടുന്ന ടീം ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത്. അവർ വരുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ആവുകയും ചെയ്തായിരുന്നു. അങ്ങനെ അവർ വന്ന് മൈലാഞ്ചി ഇടാൻ സ്റ്റാർട്ടായി. ഇത് ചേച്ചിയുടെ ഫ്രണ്ടാണ്. പിന്നെ ഞാൻ അതിനിടയിൽ നമ്മുടെ അടുക്കളയിലോട്ടൊന്ന് പോയി. അടക്കും നമ്മളെ അയൽവക്കക്കാരും പിന്നെ അമ്മയുടെ ചേച്ചിയും കുടുംബം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ സഹായിക്കുന്നുണ്ടായിരുന്നു. രാത്രിക്കുള്ള ചോറും സാമ്പാറൊക്കെ സാമ്പാറിനുള്ള തേങ്ങയൊക്കെ വറുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ റൂമിൽ പോയപ്പോൾ ചേച്ചി ഇത് കണ്ട് മൈലാഞ്ചി ഇടുന്ന കണ്ട് ഉറങ്ങിപ്പോയി. കാരണം ഇത് ഒരുപാട് സമയം എടുത്തായിരുന്നു. 3-4 മണിക്കൂർ എടുത്തായിരുന്നു ഇത് ഫിനിഷ് ചെയ്ത് വരാൻ. അതിലൊക്കെ ഭയങ്കര ചൂടും ഒക്കെ ആയിട്ട് ആകെ ടയേർഡായി. പിന്നെ നമ്മൾ പന്തൽ പണിക്കാരും വന്ന് പന്തൽ പണിയുന്നുണ്ട്. ഞാൻ വിചാരിക്കും ഇവരെങ്ങനെയാണ് ഈ ചൂടത്ത് ഇങ്ങനെ നിന്ന് പണിയെടുക്കുന്നത്. അവരും പറയുകയും ചെയ്തായിരുന്നു ഇവിടുത്തെ വീട്ടിൽ നിന്ന് പണിയെടുക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. പിന്നെ ഇത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മൂത്ത മോളാണ് കേട്ടോ. അവർ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വീഡിയോസിൽ പെടുന്നുണ്ടാവും. പിന്നെ എൻ്റെ കോലം കണ്ടോ, ഇത് വേർത്തൊലിച്ചാണ്. ഞാൻ ഫേസ് വാഷ് ഇട്ട് മുഖം കഴിയുമെന്നല്ല, ഡ്രസ്സൊക്കെ നന്ദി. എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ്. ഭയങ്കര ചൂടാണ്. എൻ്റെ ടെൻഷൻ വേറെ ഒന്നുമല്ല, നാളെ ഇങ്ങനെ മേക്കപ്പ് ഇട്ട് ആ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കും എന്നുള്ളതായിരുന്നു എൻ്റെ തലേന്നേ എൻ്റെ മനസ്സിലുള്ള പേടി. അതെന്തായാലും നാളെ കണ്ടറിയാം. പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് എന്താ കഴിക്കാമെന്ന് ഞാൻ അടുക്കള ചെന്ന് നോക്കിയപ്പോൾ നല്ല മത്തി മീൻ മുളകിട്ടതുണ്ട്. പിന്നെ കേബേജ് ഉപ്പേരി, പിന്നെ നമ്മളെ കൊഞ്ച് തേങ്ങ അരച്ച് കറി വെച്ചതും, പിന്നെ സാമ്പാർ, ചോറ്, മോര്, അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം വരുന്ന ആൾക്കാർക്ക് കുടിക്കാൻ നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം കാലിയാവാറ്, ഞങ്ങളൊക്കെ തന്നെ കുടിച്ച് തീർത്തത്. പിന്നെ കേക്ക്, ഉണ്ണിയപ്പം, ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് ഞാൻ ചോറ് കഴിക്കുമ്പോൾ ചേച്ചിക്ക് കൂടെ വാരി കൊടുത്തു. അവളുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ടുകൊണ്ട് ഞാൻ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചോറും സാമ്പാറും തേങ്ങ അരച്ച മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാൻ. ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒന്ന് അടുക്കളയിൽ ചെന്ന് നോക്കി. അവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് ചെന്ന് നോക്കുമ്പോൾ രാത്രിക്കേക്കുള്ള ചിക്കൻ കറിയൊക്കെ ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് പറയും ഞാൻ ഈ ഫോണും പിടിച്ചിറക്കുന്ന കണ്ടിട്ട് ഇനി ഞാൻ യൂട്യൂബിലൊന്നും ഇടല്ലേ എന്ന് പറഞ്ഞിട്ട് ക്യാമറേൻ്റെ മുന്നിൽ നിന്ന് എല്ലാവരും എസ്കേപ്പ് അടിച്ച് നടക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എന്തായാലും. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാനും കസിനും കൂടെ ഒന്ന് പുറത്തു പോയി. വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ പോയിട്ട് ഒരു ഷവർമയൊക്കെ കഴിച്ച് ഒരു ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. പിന്നെ ആ ടൗണിൽ പോയി വരുന്ന വഴിക്ക് കേക്കും ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ കസിൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ നാളാണ് ഇന്ന് വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മേടിച്ച് കേക്ക് കട്ട് ചെയ്ത് അത് കംപ്ലീറ്റ്ലി ഹാപ്പി. കാരണം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കൈയൊക്കെ കൊട്ടി കേക്കൊക്കെ മുറിച്ചണ്ടിട്ട് ടോട്ടലി ഹാപ്പി ചെയ്ത് അവളുടെ അമ്മ ഒരു കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത്. പിന്നെ വീട്ടിൽ കുട്ടികളുടെ ബഹളമൊക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു എന്തായാലും രാത്രി. പിന്നെ കേക്കൊക്കെ എല്ലാവർക്കും കൊടുത്ത് അതങ്ങനെ കഴിഞ്ഞ്. പിന്നെ മൈലാഞ്ചി അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കഴിഞ്ഞായിരുന്നു. അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ചേച്ചി കംപ്ലീറ്റ്ലി ഹാപ്പി. രണ്ടുപേരുടെയും പേരൊക്കെ എഴുതി നല്ല ഡിസൈനൊക്കെ ആയിരുന്നു. അവൾ ടോട്ടലി ഹാപ്പി, കണ്ടാൽ തന്നെ അറിയാമല്ലോ. അങ്ങനെ ഇട്ടവരെ ഞാൻ സ്റ്റാൻഡിൽ കൊണ്ടിറക്കി. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ആരൊക്കെയോ വന്നിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ വൈകിട്ടായപ്പോൾ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങി. 2 ദിവസം കൊണ്ടുള്ള ഒരു തട്ടിക്കൂട്ട് ഡാൻസാണ്, കണ്ടറിയത് എന്താവുമെന്ന്. പക്ഷേ അത്യാവശ്യം ഞാൻ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് മാക്സിമം പഠിക്കാമെന്നത്ര പഠിച്ച്. അതിൻ്റെ ഇടയിൽ അമ്മ ചേച്ചിക്ക് ചോറ് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് ഞാൻ ചെറുതായിട്ട് നമുക്കൊന്ന് ട്രോൾ കൊടുത്തതാണ്. കാരണം അമ്മയുടെ സ്നേഹമൊക്കെ കണ്ടിട്ട്. പിന്നെ രാത്രിയായപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ച് ഇന്നത്തെ രംഗം ഇവിടെ അവസാനിച്ചിരുന്നു. നാളെ എൻഗേജ്മെൻറ്റ് ഡേയിൽ കാണാം. ബൈ ബൈ.